ഈ തൊഴിലാളി സമരത്തോട്, പ്രത്യേകിച്ചും സ്ത്രീകൾ നടത്തുന്ന ഈ സമരത്തോട് ഒരു ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഈ തൊഴിലാളി വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് നമുക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. ഇങ്ങനെ ആക്ഷേപിച്ചും പരിഹസിച്ചും ഒരു സമരത്തെയും പരാജയപ്പെടുത്താൻ കഴിയില്ല. നമ്മളെ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുജനങ്ങളും എല്ലാം പിന്തുണയ്ക്കുന്നുണ്ട്. സെറ്റിൽ ചെയ്യേണ്ടുന്ന രീതിയിൽ സെറ്റിൽ ചെയ്താലേ സമരം അവസാനിക്കത്തുള്ളൂ. നമസ്കാരം. കേരളത്തിലെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം ഇന്ന് 95 ദിവസം പിന്നിടുകയാണ്. അതേസമയം ഈ സമരം കേരളത്തിന്റെ എല്ലാ തെരുവുകളിലേക്കും വ്യാപിക്കുന്നതിന് വേണ്ടി സമരയാത്രയുമായി ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ആശാ വർക്കർമാരുടെ സംഘടന. ഇത് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഈ സമരയാത്ര പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. താമരശ്ശേരിയിൽ രാവിലെ സമരയാത്ര കോഴിക്കോട് ജില്ലയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ സ്വീകരണ കേന്ദ്രത്തിൽ സമരയാത്രയ്ക്ക് സ്വീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ സമരയാത്രയുടെ നേതാക്കൾ നമ്മളോടൊപ്പം, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എപ്രകാരമാണ് ഈ സമരയാത്രയ്ക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്വീകരണം എന്നുള്ളത്. ഈ ഒരു സമരത്തിലേക്ക്, അതായത് നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പഠിക്കാൻ നടത്തിയിരുന്ന സമരത്തിൽ നിന്നൊരു രാപ്പകൽ സമരയാത്രയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിലേക്ക് നയിച്ച സാഹചര്യം എല്ലാവർക്കും വ്യക്തമാണ്. കാരണം ഈ തൊഴിലാളി സമരത്തോട്, പ്രത്യേകിച്ചും സ്ത്രീകൾ നടത്തുന്ന ഈ സമരത്തോട് ഒരു ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഈ തൊഴിലാളി വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് നമുക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. കാരണം ഇത് വളരെ എളുപ്പത്തിൽ സെറ്റിൽ ചെയ്യാവുന്ന ഒരു സമരമാണ്. അത് അവരുടെ പിടിവാശി കൊണ്ട് അവരിപ്പോ തൊഴിലാളികളോടൊപ്പമല്ല എന്നുള്ളത് ഓരോ ദിവസം കഴിയുന്നതോറും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത്. അപ്പൊ അത് പൊതുജനങ്ങളുടെ ഇടയിൽ, നമ്മളെ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുജനങ്ങളും എല്ലാം പിന്തുണയ്ക്കുന്നുണ്ട്. അവരുടെ ഇടയിലേക്ക് ചെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ നമ്മുടെ സമരത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു സമരയാത്രയായിട്ട് ഇറങ്ങിയത്. CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ സമരത്തെ യാത്രയെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അവർ ഈ വിലക്കുകയാണ് അവരുടെ കീഴിൽ വരുന്ന യൂണിയനിൽ വരുന്ന ആളുകളെ. അപ്പൊ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇല്ല, അവരൊരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവരുടെ ആളുകൾ വേറൊരു സംഘടന നടത്തുന്ന സമരത്തിലേക്ക് പോകരുതെന്ന് പറയാനുള്ള ജനാധിപത്യ അവകാശം അവർക്കുണ്ട്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആശാവർക്കർമാർ ഞങ്ങളോടൊപ്പം എത്തിച്ചേരുന്നുണ്ട്. കാസർഗോഡും വയനാടും അടക്കം നൂറുകണക്കിന് ആശമാർ ഈ ഭീഷണിയെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ യാത്ര എത്തിച്ചേരുമ്പോൾ അവിടേക്ക് എത്തിച്ചേർന്നത്. നിങ്ങളുടെ സമരത്തെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചൊരു മനുഷ്യനാണ് എളമരം കരീം. അദ്ദേഹത്തിന്റെ ജില്ലയിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇല്ല, ആ അധിക്ഷേപത്തിന് കേരള സമൂഹം തന്നെ ഒന്നടങ്കം മറുപടി കൊടുത്ത കാര്യമാണ്. അവരെപ്പോലുള്ള തലമുതിർന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടി ചിന്തിച്ച് പക്വതയോടെ കൂടി പറയണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇങ്ങനെ ആക്ഷേപിച്ചും പരിഹസിച്ചും ഒരു സമരത്തെയും പരാജയപ്പെടുത്താൻ കഴിയത്തില്ലല്ലോ. സമരം സെറ്റിൽ ചെയ്യേണ്ടുന്ന രീതിയിൽ സെറ്റിൽ ചെയ്താലേ സമരം അവസാനിക്കത്തുള്ളൂ. ആക്ഷേപിച്ച് സമരത്തെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല.